ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NY വോയിസ് ഓവറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യ പതിയെ ആദ്യം സെഡ്യൂസ് ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ. അതായത് ആദർശിനെ വിവാഹം കഴിക്കണം എന്ന അതിയായ ആഗ്രഹം നവ്യയുടെ മനസ്സിലുണ്ടാവുകയാണ്. അതിൻ്റെ സാഹചര്യം എന്തായിരുന്നു എന്നും നവ്യക്ക് എങ്ങനെയാണ് അതിന് ഇഷ്ടം ഉണ്ടായെന്നുള്ള കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടോളാം. അങ്ങനെ നവ്യയുടെ മനസ്സിൽ പൂർണ്ണമായിട്ടും ആദർശ് തന്നെ ഇടം പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആദർശിനോട് നവ്യയ്ക്ക് വല്ലാത്തൊരു സ്നേഹം അടുപ്പൊക്കെ തോന്നുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം വീട്ടിലെല്ലാവർക്കും പതിയെ മനസ്സിലാവുന്നുണ്ട്. കാരണം ഒരു ദിവസം രാവിലെ പൂജ ചെയ്യുന്ന സമയത്ത് നവ്യാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് പൂജ ചെയ്യുന്നത്. അങ്ങനെ നവ്യ പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രസാദം എല്ലാവർക്കും കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണ്. പതിവില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. നവ്യ ആദ്യം തന്നെ രാവിലെ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കി ആദർശിന് കൊടുക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അബിക്ക് കൊണ്ട് കൊടുക്കുക, ഞാൻ ചായ കുടിച്ചു, എനിക്ക് നയന തന്നു എന്ന് പറയുമ്പോൾ സാരില്ല ആദർശ് ചേട്ടാ, ഞാൻ ആദ്യം ഉണ്ടാക്കിയ ചായയില്ലേ കുടിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മുകളിൽ നിന്ന് നയനെ കാണുന്നുണ്ട്. അപ്പോൾ നയനക്ക് എന്തോ ചെറിയൊരു പന്തികേട് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ ചായ മേടിച്ച് കുടിക്കുന്നുണ്ട്. നല്ല ചായ എന്നൊക്കെ പറയുമ്പോൾ താങ്ക് യു ആദർശ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടെ കൂടി തന്നെ നവ്യ അടുക്കളയിലോട്ട് പോവാണ്. പക്ഷെ അടുക്കളയിൽ വേറെ ഒരു ജോലികൾ ചെയ്യുന്നില്ല. അങ്ങനെ അടുക്കളയിൽ സഹായിക്കുന്നൊക്കെ ഉള്ളു കേട്ടോ. അങ്ങനെ ആദർശ് പോകാൻ നേരത്ത് നവ്യ പൂജയൊക്കെ ചെയ്തിട്ട് വന്നിട്ട് എല്ലാവർക്കും ഇങ്ങനെ കയ്യിൽ പ്രസാദം കൊടുക്കുകയാണ്. അബിക്ക് പോലും കൈ ഇങ്ങനെ തട്ട് നീട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പ്രസാദം. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ആദർശ് ഇറങ്ങി വരുമ്പോൾ ആദർശയുടെ അതാ പ്രസാദം എന്നും പറഞ്ഞിട്ട് ആദർശ് തൊടാൻ പോകുമ്പോൾ ഇല്ല ഞാൻ തൊട്ട് തരാമെന്നും പറഞ്ഞിട്ട് നവ്യ ഇതിനെ തൊട്ടെടുത്ത് ആദർശ നിറകയിൽ ഇങ്ങനെ തൊട്ട് കൊടുക്കുകയാണ്. അപ്പം ഇത് കണ്ടിട്ട് ജലജയ്ക്ക് തോന്നുകയാണ് ഇത് എത്ര പന്തിയല്ലല്ലോ ഇവളുടെ പോക്ക് എന്ന് തോന്നുകയാണ്. ദേവേനെ ഓർക്കുകയാണ് ഇവളെന്തിനാണ് അവനെ തൊട്ട് കൊടുക്കുന്നത്, അതിന് നയനയില്ലേ എന്നിങ്ങനെ ദേവേനെ ആലോചിക്കുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിലും അതൊരു പന്തിയില്ലാത്ത രീതിയിൽ നോക്കുകയാണ്. മുത്തശ്ശനാണെങ്കിൽ ഓ ചേട്ടനല്ലേ അങ്ങനൊരു ഉദ്ദേശത്തിൽ മുത്തശ്ശൻ നോക്കുകയാണ്. നയനയ്ക്ക് ഇത് കണ്ടിട്ട് ആകെപ്പാടൊരു വെപ്രാളവും പരവേശവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ആദർശ് എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാമെന്ന് പറയുമ്പോഴേക്കും എന്നാ മോനെ കാപ്പി കുടിച്ചിട്ട് പോകുമെന്ന് പറയാണ്. ശരി അമ്മേ ഞാൻ മറന്നു പോയെന്നും പറഞ്ഞിട്ട് കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് ഡെസ്കിൽ ഇങ്ങനെ ആദർശ് ടേബിളിനോട് കസേരയിൽ വന്നിരിക്കുകയാണ്. ഈ സമയത്ത് നവ്യ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ് ആദർശ് ചേട്ടാ എല്ലാവർക്കും നവ്യ വിളമ്പാൻ സഹായിക്കുകയാണ്. നയന പറഞ്ഞു ചേച്ചി പോയിരുന്നോ, ചേച്ചി ഞാനല്ലേ എപ്പോഴും വിളമ്പുന്നത്, ഞാൻ വിളമ്പിക്കൊള്ളാം എന്ന് പറയുമ്പോൾ ഇല്ല നയന നീ പോയിരുന്നു ഞാൻ വിളമ്പിക്കൊള്ളാം എന്ന് പറയാണ്. എങ്കിൽ നമുക്ക് രണ്ടുപേർ കൂടി വിളമ്പാന്ന് പറയാം. അപ്പോൾ ജാനകിയോട് ദേവേനി പറയാണ് രണ്ട് മരുമക്കളുടെ വിളമ്പട്ടെ, ആദ്യമായിട്ടുണ്ടായ സംഭവമല്ലേ, രണ്ടുപേരും ഒന്ന് വിളമ്പട്ടെ, അതുകൊണ്ട് നീ ഇവിടെ ഒന്ന് ഇരിക്കും ജാനകി എന്ന് പറഞ്ഞിട്ട് ദേവേനി ജാനകിനെ വിളിച്ചുകൊണ്ട് പോകണം. അങ്ങനെ ഈ സമയത്ത് നയന ഇങ്ങനെ ആദ്യം മുത്തശ്ശിക്കും വിളമ്പാന്ന് പറഞ്ഞിട്ട് അവൾക്ക് വിളമ്പുന്ന സമയത്ത് നവ്യ ആദ്യം തന്നെ വിളമ്പുന്ന ആദർശാണ് കേട്ടോ. ആദർശിനെ ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണ്. വിളമ്പി കറിയെല്ലാം വെക്കട്ടെ ആദർശേട്ടാന്ന് ചോദിച്ച് ഓരോന്ന് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ആദർശെല്ലാം മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആബി ശ്രദ്ധിക്കുന്നുണ്ട് ഇവളെന്താ ഇങ്ങനെ ഇന്നേ വരില്ലാത്തതുപോലെ രാവിലെ ഒരു പൂജയെത്തും ഒരു ചായ വെപ്പും അതുപോലെ തന്നെ അടുക്കളയിൽ കയറ്റവും എന്തോ പന്തികളുണ്ടല്ലോ എന്നിങ്ങനെ ആബി മനസ്സിൽ കരുതുകയാണ്. എന്നിട്ട് അബിക്ക് ഓഫീസിൽ പോകാനുള്ളതല്ലേ പെട്ടെന്ന് അവനും കൂടി വിളമ്പ് എന്ന് ജലജ പറയുമ്പോഴേക്കും അതാ വരുന്നു എന്നും പറഞ്ഞിട്ട് അവള് പറയാണ് നയന അബിക്ക് ഒന്ന് വിളമ്പി കൊടുത്തേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ജലജ പറയണം നീ ഇവൻ എന്തെടുത്തോണ്ടിരിക്കുക ആദർശം വിളമ്പി കഴിഞ്ഞില്ലേ, അവൾ അവിടെ വിളമ്പിക്കൊണ്ടിരിക്കുകയല്ലേ, നീ ഇവിടെ അവന് വിളമ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നവ്യാണെങ്കിൽ മുഖമൊക്കെ കറുപ്പിച്ചുകൊണ്ട് വന്നിട്ട് അബിക്കിനെ വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ അബിക്കും ഭയങ്കര വല്ലാത്തൊരു അമർഷം തോന്നുകയാണ് കേട്ടോ ഉള്ളിൽ, ഇവളെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള കാര്യത്തിൽ. അങ്ങനെ ജലജയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇവളുടെ ഉദ്ദേശം അത്ര പന്തിയല്ലെന്നുള്ള കാര്യം ജലജയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ കാപ്പി എല്ലാം കുടിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും പോകാൻ ഇറങ്ങുമ്പോഴേക്കും അങ്ങനെ ഇവരെല്ലാവരും കൈയൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ ഇറങ്ങാണ്. അപ്പോഴേക്കും നിങ്ങളിരുന്ന് കഴിക്കുമെന്ന് പറയുമ്പോൾ നയന പറയണം ഞങ്ങൾ പ്ലേറ്റ്സ് ഒക്കെ കൊണ്ട് വെച്ചിട്ട് വന്നിരുന്ന് കഴിക്കാൻ ചെറിയമ്മയെന്നും പറഞ്ഞിട്ട് നയന ഇങ്ങനെ അതിലേറെ പ്ലേറ്റ് എടുക്കുമ്പോൾ നവ്യാണെങ്കിൽ ആദർശിൻ്റെ പ്ലേറ്റ് മാത്രം എടുക്കാൻ കേട്ടോ. ആദർശിൻ്റെ പ്ലേറ്റ് മാത്രം എടുത്തിട്ട് പോയിട്ട് ബേസിനിൽ കൊണ്ട് കഴുകി വെക്കുകയാണ്. അപ്പോഴേക്കും ചെറിയമ്മ നയനോട് ചോദിക്കുകയാണ് എന്താ നയന ഇത്, അവൾ സാധാരണ അബിയുടെ പ്ലേറ്റിൽ എടുക്കേണ്ടത്, അവൾ ഇതുവരെ അങ്ങനെ എടുക്കാറില്ല, അവൾക്കത് ഇഷ്ടവുമല്ല, അങ്ങനെ തന്നെ എടുത്താലും അവളുടെ ഭർത്താവിൻ്റെ അമ്മയുടെ എടുത്താൽ പോരെ, അവൻ എന്തിനാ ആദർശിന് എടുക്കുന്നത്, ഞാൻ രാവിലെ ശ്രദ്ധിക്കുന്നുണ്ട് എന്തൊക്കെയോ അവൾക്ക് ചെറിയൊരു മാറ്റമുണ്ട്, അവൾ ചായ കൊണ്ട് കൊടുക്കുന്നു, സിന്ദൂരം തൊട്ട് കൊടുക്കുന്നു, അതുപോലെ തന്നെ അവന് മാത്രം സ്പെഷ്യലായിട്ട് വിളമ്പി കൊടുക്കുന്നു, അബിക്ക് കൊടുക്കാൻ പറയുമ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നു, ഇതിലെന്തൊക്കെയോ ഒരു തിരിമറിയുണ്ട്, നീ ഒന്ന് സൂക്ഷിച്ചോ, നിന്റെ ചേട്ടത്തിയോട് ഞാൻ പറയല്ല, അവളുടെ സ്വഭാവം നിനക്ക് തന്നെ അറിയാലോ എന്നിങ്ങനെ ചെറിയമ്മ പറയുമ്പം നയനെ പറയണേ അങ്ങനൊന്നും ഇല്ല ചെറിയമ്മേ, അത് ചേട്ടനല്ലേ എന്തൊക്കെ പറഞ്ഞാലും ആ ചേട്ടൻ എന്ന് പറയുന്നത് ഇപ്പം നയനച്ചിയുടെ അനിയത്തിയുടെ ഭർത്താവാണെങ്കിൽ അനിയെന്ന് പറയാം, ഇവിടുത്തെ ഒരു സ്ഥാനം വെച്ച് അബിയുടെ ചേട്ടനാകുമ്പം ചേട്ടനോ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ശരി തന്നെയാ, നിന്റെ ചേച്ചിക്ക് പക്ഷേ ചേട്ടൻ അനിയന് ഇങ്ങനെ സ്ഥാനമൊന്നും ഇല്ല എന്നിങ്ങനെ ചെറിയമ്മ പറയുന്നുണ്ട്.
അപ്പൊ നയന പറയണ അങ്ങനൊന്നും ഇല്ലായിരിക്കും ചെറിയമ്മ എന്ന് പറഞ്ഞിട്ട് അവൾ സ്വയമേ അങ്ങ് ആശ്വസിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നയന ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ്, ഈശ്വര ഇന്നലെ ഞാൻ ആ സ്വപ്നം കണ്ടതേ ഉള്ളല്ലോ, അതിനു മുമ്പ് ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണോ? അപ്പം എന്തായിരുന്നു സ്വപ്നം എന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തൊന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും. അങ്ങനെ ആദർശ് പോവാണ്. പോയി കഴിഞ്ഞിട്ട് നവ്യ അവിടുന്ന് ഫുഡും കഴിച്ചിട്ട് നവ്യ അപ്പോൾ തന്നെ കയറി മുറിയിൽ പോയി കഥ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അഭിയും എല്ലാവരും പോയി കഴിഞ്ഞു. അപ്പം നയന പോയിട്ട് മുറിയിൽ ജ്യൂസും കൊണ്ട് പോവാണ് കേട്ടോ നവ്യക്ക്. നവ്യ സാധാരണ ഈ സമയത്ത് ജ്യൂസൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞ് അവളെ വിളിച്ചു പറയും. അങ്ങനെ നയനൊരു മടിയും കൂടാതെ ജ്യൂസൊക്കെ കൊണ്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇന്നും അതുപോലെ തന്നെ ജ്യൂസും കൊണ്ട് നയന വന്നാണ്. എന്നിട്ട് നവ്യേച്ചി രാവിലെ എഴുന്നേറ്റ് ചേച്ചി നല്ല ജോലിയായിരുന്നല്ലോ, ഇപ്പൊ എന്തായിട്ട് മുറി കയറിയിരിക്കാൻ? ഞാൻ മടുത്തു, ഞാൻ ടയേർഡായി, ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങാനൊക്കെ പോവാ. അപ്പൊ നയന പറയാണ്, ഈ 10 മണി സമയത്തോ ഈ സമയത്തൊക്കെ കിടന്നുറങ്ങാൻ എല്ലാവരും എന്താ പറയാ? ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു വിഷയമില്ല. ഞാനിവിടെ വന്നതേ നിന്നെ പോലെ അടിമപ്പണി എടുക്കാനല്ല, ഈ വീട്ടിൽ രാജകുമാരന്റെ ജീവിക്കാനാ. അതുകൊണ്ട് ദയവ് ചെയ്ത് ജ്യൂസ് ഒടച്ചിട്ട് ഇറങ്ങിപ്പോവും. എന്നിട്ട് ഉച്ചയ്ക്ക് ഉണ്ണാറാകുമ്പോൾ എന്നെ വന്ന് വിളിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് നയനെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നവ്യ ഇറക്കി വിടാണ് കേട്ടോ. അങ്ങനെയുള്ള ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ചൊരു ഫോണിലൊക്കെ ഞോണിട്ട് അവളെ കിടന്ന് ഉറങ്ങുകയാണ്. ഈ സമയത്ത് നയന ഡോറ് ചാരിയിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈശ്വര ഇതിൽ എന്തൊക്കെയോ ഒരു പന്തികളുണ്ടല്ലോ, ഇത്ര നേരം ചേച്ചി എന്താ ആക്റ്റീവായിരുന്നു, ഈ ചേച്ചിയുടെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയതിൽ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ നയനെ മനസ്സിലോർക്കാൻ കേട്ടോ. അങ്ങനെ പലതരത്തിലും ആദർശം സെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇവള് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇത് പതിയെ അഭിക്കും വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് നവ്യയുടെ മനസ്സിൽ ആദർശാണ് എന്നുള്ള കാര്യം. ഇപ്പൊ ചെറുതായിട്ട് എല്ലാവരുടെ മനസ്സിൽ മുട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് നവ്യ പുറത്തിറങ്ങിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആദർശം നയനോടുള്ള പ്രണയം ഇങ്ങനെ കൂടി. അപ്പൊ ഈ ഒരു സംഭവം നടക്കുന്നത് ഏകദേശം ഒരു 5-6 മാസമായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു സമയം കൊണ്ട് തന്നെ ആദർശന്റെ മനസ്സിൽ നയന അടിയുറച്ച് കഴിഞ്ഞു. ആദർശൻ നയനെ ഭയങ്കരമായിട്ട് സ്നേഹമാണ് കേട്ടോ. അങ്ങനെ ആദർശൻ നയനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ദിവസം ഒരു സ്ഥലത്ത്, അതായത് ഒരു കോറിഡോർ പോലുള്ള സ്ഥലത്ത്, ഫ്രണ്ടില് നവ്യ, നടുക്ക് ആദർശ്, പുറകിലും നയന, ഈ ഒരു രീതിക്ക് നിൽക്കുകയാണ്. പക്ഷേങ്കില് ഇവരുടെ ഈ ഒരു മുടിയും ഹൈറ്റും എല്ലാം വെച്ചിട്ട് ആദർശ് വെക്കുകയാണ് തന്റെ ഫ്രണ്ടിൽ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന, പുറം മാത്രമേ കാണുന്നുള്ളൂ, അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നത് നയനയാണ് എന്ന് ഓർത്തിട്ട് ആദർശ് പറയാണ്, എനിക്ക് നിന്നൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നു. ഈ കാര്യം പറയാനുണ്ട് എന്ന് പറയുന്ന സമയത്താണ് നയന ഇങ്ങോട്ടേക്ക് കയറി വന്ന് ആദർശിന്റെ പുറകിൽ നിൽക്കുന്നത്. ആദർശൻ എന്ന് നവീച്ചിട്ട് പറയുന്നതെന്ന് ശ്രദ്ധിച്ച് ഇങ്ങനെ നയന നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദർശ് നവ്യോട് പറയാണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഇത്രയും നാളെ ഞാനത് മനസ്സിൽ കൊണ്ടു നടന്നു, ഇനി എനിക്ക് നിന്നോട് പറയാതിരിക്കാൻ സാധിക്കില്ല, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, ഈ ജീവിതകാലം മുഴുവനും നീ എന്റെ കൂടെ വേണം, എന്റെ കൂടെ കാണില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നയന ഇങ്ങനെ വായും പൊത്തി കരഞ്ഞുകൊണ്ട് അവിടുന്ന് പുറകെ ഇറങ്ങി ഓടുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേ സമയത്ത് തന്നെ നവ്യ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പൊ നവ്യ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആദർശ് അറിയുന്നത് അത് നവ്യാണ് അവിടെ നിൽക്കുന്നത്. അയ്യോ സോറി നവ്യ, ഞാനത് നയനാണെന്ന് കരുതി പറഞ്ഞാണ്, സോറി എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അപ്പൊ നവ്യ ഇങ്ങനെ മനസ്സിൽ കരുതാണ്, എത്രയോ കാര്യങ്ങളായിട്ട് ഞാൻ കേൾക്കാൻ കൊതിക്കുന്ന ഒരു വാക്ക് ആദർശി നീ പറഞ്ഞത് എന്നിങ്ങനെ അവള് മനസ്സിൽ ഇങ്ങനെ കരുതാണ് കേട്ടോ. അപ്പൊ ഇതിന് ശേഷം നയന ഇറങ്ങി ഓടിയതിനു ശേഷം എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. കാരണം ഈ വീഡിയോയിൽ ലെങ്ത് ഒരുപാടായി, അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോയിൽ നമുക്കത് കാണാം. ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് വെക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും കേട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക്സ് ഫോർ